ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് രഞ്ജിത്ത് രാമചന്ദ്രൻ കൂടി ചേരുകയാണ്. ഈ 95 ലോക്സഭാ മണ്ഡലങ്ങൾ, രണ്ടാം ഘട്ടം, 11 സംസ്ഥാനങ്ങൾ, ആ നിലയിൽ രാജ്യത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലായി പരന്നുകിടക്കുന്ന 95 ലോക്സഭാ മണ്ഡലങ്ങൾ, അതിൻ്റെ സാധ്യതകൾ, പോളിംഗ് പുരോഗമിച്ച പശ്ചാത്തലത്തിൽ ആ വിശദാംശങ്ങളുമായാണ് രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നത്. രഞ്ജിത്ത്, 95 ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് വന്നാൽ തമിഴ്നാടുണ്ട്, കർണാടകയുണ്ട്, മഹാരാഷ്ട്രയുണ്ട്, ബീഹാറുണ്ട്, അസമുണ്ട്, കാശ്മീരുണ്ട്, ഒഡീഷയുണ്ട്, ഛത്തീസ്ഗഡുണ്ട്. ഈ നിലകളിൽ പോണ്ടിച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തെ ഒരു ലോക്സഭാ മണ്ഡലമുണ്ട്. ഈ ഏതാണ്ട് ഇന്ത്യയുടെ എല്ലാ മേഖലകളിലുമായി പരന്നു കിടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്, യു പി അടക്കം, എങ്ങനെയാണ് ആ മണ്ഡലങ്ങളുടെ സ്വഭാവം, അതുപോലെ തന്നെ പോളിംഗ് പുരോഗമിക്കുമ്പോൾ വരുന്ന മറ്റു കാര്യങ്ങൾ? ശരത്ത്, ഏതാണ്ട് 15.79 കോടി വോട്ടർമാരാണ് ഇന്ന് പോളിംഗ് ബൂത്തിൽ രണ്ടാം ഘട്ടവുമായി ബന്ധപ്പെടുത്തുന്നത്. നമുക്കറിയാം, അമിത്ഷാ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സീറ്റ് കുറഞ്ഞാലും, യു പിയിലടക്കം സീറ്റ് കുറഞ്ഞാലും തങ്ങൾ പ്രതീക്ഷിക്കുന്ന സീറ്റുകൾ 60 സീറ്റുകൾ നേടുമെന്ന് പറഞ്ഞ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. ഈ പ്രധാനപ്പെട്ട അമിത്ഷാ പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളിൽ, സംസ്ഥാനങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ തൊട്ടടുത്ത അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലാണ്. അവിടെ 39 സീറ്റുകളിൽ 38 സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. വെല്ലൂരിൽ മാത്രം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടലിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ല. നമ്മുടെ റിപ്പോർട്ടർ നേരത്തെ വ്യക്തമായി കഴിഞ്ഞു. എന്നാൽ തമിഴ്നാട്ടിലെ സാഹചര്യം പരിശോധിച്ചാൽ നമുക്കറിയാം, തമിഴ്നാട്ടിൽ മൃഗീയ ഭൂരിപക്ഷമായിരുന്നു കഴിഞ്ഞ തവണ AIDMK മുന്നണിക്കുള്ളത്. 39 സീറ്റുകളിലും AIDMK BJP സഖ്യം നേടിയ ഒരു സാഹചര്യം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അത് 2009 അപേക്ഷിച്ച് 2009 സാഹചര്യം വ്യത്യസ്തമായിരുന്നു. 29 സീറ്റുകൾ DMK മുന്നണിയും 9 സീറ്റിൽ മാത്രം ഒതുക്കപ്പെട്ട AIDMK മുന്നണിയാണ് കഴിഞ്ഞ 2014 മുഴുവൻ സീറ്റുകളും നേടി ജയലളിത നേതൃത്വത്തിൽ അവിടെ മൃഗീയ ഭൂരിപക്ഷം നേടിയ സാഹചര്യം ഉണ്ടായത്. നമുക്കറിയാം, മറ്റൊരു പ്രധാന കാര്യം, ജയലളിതയും കരുണാനിധിയും ഇല്ലാത്ത ആദ്യ തെരഞ്ഞെടുപ്പിന് തമിഴ്നാട് സാക്ഷ്യം വഹിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദ്രാവിഡ മുന്നണികൾക്ക്, AIDMKയ്ക്കും DMKയ്ക്കും വളരെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ്. ഇന്ന് പ്രധാനമായും തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന്, അത് നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന അതിർത്തിയായ കന്യാകുമാരിയിലാണ്. അവിടെ കഴിഞ്ഞ തവണ പൊൻ രാധാകൃഷ്ണൻ ഏതാണ്ട് 1,28,662 വോട്ടുകൾ ജയിച്ച ഒരു സ്ഥലത്ത് ഇത്തവണയും പൊൻ രാധാകൃഷ്ണൻ വലിയ വിജയപ്രതീക്ഷയോടുകൂടി തന്നെ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മറ്റൊരു പ്രധാന മണ്ഡലമായി ചൂണ്ടിക്കാണിക്കാനുള്ളത് കനിമൊഴി, DMKയുടെ സ്റ്റാർ ക്യാമ്പയിനറായ കനിമൊഴി മത്സരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മണ്ഡലവും ഇന്ന് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അത് നമുക്കതിലേക്കൊന്ന് പോയി കഴിഞ്ഞാൽ, കനിമൊഴിയുടെ മണ്ഡലമായ അവിടെ കനിമൊഴി തമിഴ്സൈ എന്ന് പറഞ്ഞ BJPയുടെ സ്ഥാനാർത്ഥിക്കെതിരാണ് മത്സരിക്കുന്നത്. അവിടെ തൂത്തുക്കുടിയിൽ കനിമൊഴി മത്സരിക്കുന്നതും വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ളൊരു മത്സരത്തിന് കനിമൊഴിയും ഇന്ന് വേദിയാകുന്നു. ഇത്തരത്തിൽ DMKയ്ക്കും AIDMKയ്ക്കും വലിയ തോതിൽ പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിൽ പോലും അഭിപ്രായ സർവേകളിലൊക്കെ 30ഓളം സീറ്റുകൾ DMK മുന്നണിക്ക് പ്രവചിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എങ്കിലും തമിഴ്നാട്ടിലെ സർക്കാരിന്റെ നിലനിൽപ്പിന് പോലും വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിനാണ് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട് സാക്ഷ്യം വഹിക്കുന്നത്. അവിടെ BJP മുന്നണിയിൽ DMKയും വലിയ പ്രതീക്ഷ, AIDMKയും വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. അവർക്ക് ഈ പറഞ്ഞ നേരത്തെ അമിത്ഷാ പറഞ്ഞതുപോലെയുള്ള കൂടുതൽ സീറ്റുകൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് തമിഴ്നാട്. മറ്റു പ്രധാന സ്ഥലം എന്ന് പറഞ്ഞാൽ കർണാടകയാണ്. കർണാടകയിൽ രണ്ടാം ഘട്ടത്തിൽ ഇന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പ് നടക്കുന്ന പ്രധാന മണ്ഡലങ്ങൾ നടക്കുന്നത് ഇന്ന്, അതിലേക്ക് നമുക്കൊന്ന് പോകാം. കഴിഞ്ഞ ഒരു ഘട്ടത്തിൽ അവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരുന്നു. മറ്റൊന്ന് 28 മണ്ഡലങ്ങളിൽ തമിഴ്നാട്ടിൽ ഇന്ന് പ്രധാനമായും നടക്കുന്ന തെരഞ്ഞെടുപ്പ് നടക്കുന്ന 8 മണ്ഡലങ്ങളിലാണ്. അതിലേക്കൊന്ന് പോയാൽ അവിടെയും BJPക്ക് മൃഗീയമായ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങൾ, കഴിഞ്ഞ തവണ 14 മണ്ഡലങ്ങൾ, അതിൽ 8 മണ്ഡലങ്ങളിൽ കോൺഗ്രസും 6 മണ്ഡലങ്ങളിൽ BJPയും നേടിയൊരു പശ്ചാത്തലമുണ്ടായിരുന്നു. അവിടെയും വളരെ പ്രധാനപ്പെട്ട മത്സരങ്ങൾ നടക്കുന്ന ഒന്ന് ദേവഗൌഡ ജനവിധി തേടുന്നുണ്ട്. അവിടെ മണ്ഡലത്തിൽ ദേവഗൌഡയും വലിയ പ്രതീക്ഷയോടെ തന്നെ തുംകൂർ എന്ന മണ്ഡലത്തിൽ ദേവഗൌഡ ജനവിധി തേടുന്ന മണ്ഡലം എന്ന സ്റ്റാർ മണ്ഡലമായി ഒന്നുണ്ട്. മറ്റൊന്ന് ഹസൻ എന്ന ദേവഗൌഡ ചെറുമകൻ മത്സരിക്കുന്ന ഹസൻ മണ്ഡലത്തിലും വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരം നടക്കുന്നു. അവിടെയും വലിയ മത്സരം നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം മാണ്ഡ്യ എന്ന മണ്ഡലമുണ്ട്. മാണ്ഡ്യയിലും വളരെ പ്രധാനപ്പെട്ട മത്സരമാണ് നടക്കുന്നത്. അവിടെ HD കുമാരസ്വാമിയുടെ മകൻ നിഖിൽ കുമാരസ്വാമി മത്സരിക്കുന്നത് BJP പിന്തുണയോടെ മത്സരിക്കുന്ന സുമലതയോടെയാണ്. അവിടെയും വലിയ തോതിലുള്ള പ്രധാനപ്പെട്ട മത്സരങ്ങൾ നടക്കുന്ന ഒരു പ്രധാന സ്ഥലമാണ്. അവിടെ 1,00,000
463 വോട്ടുകൾക്ക് വിജയിച്ച ഒരു പ്രധാനപ്പെട്ട സ്ഥലം കൂടിയാണ്. ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന കർണാടകയും ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമായ പോരാട്ടം BJP വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ്. ഇത്തരത്തിൽ നിരവധി മണ്ഡലങ്ങളിൽ മഹാരാഷ്ട്രയിലാകട്ടെ ഏതാണ്ട് 10ഓളം മണ്ഡലങ്ങളിൽ മറ്റൊരു സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. അവിടെ ഈ രണ്ടാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ ഏതാണ്ട് 10ഓളം മണ്ഡലങ്ങളിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെയും BJPയും കോൺഗ്രസും ഒരുപോലെ പ്രതീക്ഷ അർപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇത്തരത്തിൽ നിരവധി മണ്ഡലങ്ങളിൽ വലിയ തോതിൽ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തി രണ്ടു മുന്നണികളും. BJP അവിടെ 8 സീറ്റുകൾ നേടിയ, മഹാരാഷ്ട്രയിൽ 8 സീറ്റുകൾ നേടിയ, രണ്ടാം ഘട്ടത്തിൽ 8 സീറ്റുകൾ നേടിയ 10 മണ്ഡലങ്ങളിൽ 8 സീറ്റും കഴിഞ്ഞ തവണ BJPക്കായിരുന്നു. കോൺഗ്രസിന് അവിടെ 2 സീറ്റ് മാത്രമാണ് നേടാനായത്. അപ്പോഴും അവിടെ കോൺഗ്രസും വലിയ വിജയപ്രതീക്ഷ അർപ്പിക്കുന്ന നിരവധി മണ്ഡലങ്ങൾ ഉണ്ട്. ഇത്തരത്തിൽ ഒപ്പം UPയിലെ 8 മണ്ഡലങ്ങളിൽ UPയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും ഇത്തവണ BSP സഖ്യത്തിന്റെ വലിയ ഒരു അപ്രമാദിത്യം ഉണ്ട്. അവർ സർവേകളിലടക്കം വലിയ വിജയപ്രതീക്ഷ പങ്കുവെക്കുന്ന സ്ഥലം കൂടിയാണ്. അവിടെയും ഇത്തരത്തിൽ രണ്ടാം ഘട്ടത്തിൽ നമുക്കറിയാം അവിടെ നടക്കുന്ന 8 മണ്ഡലങ്ങൾ കഴിഞ്ഞ തവണ BJP സഖ്യം വലിയ തോതിൽ മേധാവിത്വം നേടിയ ഒരു സ്ഥലമായിരുന്നു. അവിടെയും ഇത്തവണ കനത്ത പോരാട്ടം നടക്കുകയാണ്. ഈ 8 മണ്ഡലങ്ങൾ BJP അവിടെ 8 മണ്ഡലങ്ങളും നേടിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. BSP സഖ്യത്തിന് അവിടെ കഴിഞ്ഞ തവണ സഖ്യമായി അല്ല മത്സരിച്ചെങ്കിൽ പോലും അവിടെ വലിയ തോതിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കാതിരുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ അപ്പോഴും വോട്ട് പെർസെൻറ്റേജ് ഒക്കെ വരുമ്പോൾ ഇത്തവണ അവർക്ക് പ്രതീക്ഷ അർപ്പിക്കാവുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളുണ്ട്. അസമിലും ബീഹാറിലും ഒഡീഷയിലും കശ്മീരിലും ഒപ്പം മണിപ്പൂരിലും പുതുച്ചേരിയിലും അടക്കം ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്ന സാഹചര്യമുണ്ട്. ശരത്, ഇപ്പോൾ രഞ്ജിത്താണ് ഓരോ സംസ്ഥാനത്തിൻ്റെയും പ്രത്യേകതകൾ ഇപ്പോൾ അല്ലെങ്കിൽ സാധ്യതകൾ നിരീക്ഷണങ്ങൾ നടത്തിയത്. തമിഴ്നാട്ടിൽ മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയത്തിൻ്റെ നേതൃത്വമാർക്ക് എന്ന വലിയ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താനുള്ള ഒരു സമ്പൂർണ്ണമായ 39-ൽ 38 ലോക്സഭാ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതുപോലെ തന്നെ 18 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളും ഉണ്ട് എന്നതാണ് ആ സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാകുന്നത്.